കുഞ്ഞു മക്കളെ തിയേറ്ററുടെ 7 പോകാൻ കണ്ട അമ്മാതിരി പൊട്ടല പൊട്ടുന്നു പുഷ്പ. ഒരു കുടുംബ സീരിയൽ അതേപോലെ എടുത്ത് വെച്ച പോലെ തന്നെ 2 മാസം മസാലപ്പടം കാണാൻ തന്നെയാണ് പോയത്, പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു കുടുംബ സീരിയൽ കണ്ട ഫീലിംഗ് ആയി. ചെറിയച്ഛൻ തങ്കച്ചി, ചെറിയച്ഛൻ തങ്കച്ചി. പിന്നെ അതിനകത്ത് വയലിൻ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടാവും. ഓ, അടിപൊളി ഹൈപ്പോട് കൂടി ഭയങ്കര ടെറർ പടം ഇറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഭയങ്കര അടിപൊളി പടം ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ പുഷ്പ ദ റൂൾ. സ്പോയിലേഴ്സ് ഉണ്ട്, സ്പോയിലേഴ്സ് വേണ്ട, തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളവർ സ്കിപ്പ് ചെയ്യാം വീഡിയോ. അപ്പോൾ പുഷ്പ ഒരു കുടുംബ സീരിയൽ അതേപോലെ എടുത്ത് വെച്ച പോലെ തന്നെയുണ്ട്. ഒരു ഭക്തി സീരിയൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കുടുംബ സീരിയൽ എന്ന് പറയാം. 3-3.5 മണിക്കൂറുണ്ട് ഏതാണ്ട്. ഈ 3.5 മണിക്കൂറും വെച്ചിട്ട് ഒരു കുടുംബ സീരിയൽ അത്ര തന്നെ ഉള്ളൂ. മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു തറവാടിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന, അത് പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ആ സംഭവം മാത്രമാണ് ഈ പുഷ്പ എന്ന് പറയുന്ന സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പുഷ്പയിൽ ഫഹദ് ഫാസിലിൻ്റെ പ്രകടനം ഭയങ്കരമായിരിക്കും, അല്ലെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു വില്ലൻ റോൾ കാണാനൊക്കെ ആയിട്ട് പോയവരുണ്ടായിരുന്നു. പക്ഷെ ഫഹദ് ഫാസിൽ കുറച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു ഹാഫ് ഒക്കെ എത്തുന്ന സമയത്ത് പിന്നെ ഫഹദ് ഫാസിൽ ഇല്ല. പിന്നെ ആകെയുള്ളത് ഇവരുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബപരമായിട്ടുള്ള തർക്കങ്ങളാണ്. കുടുംബ പേര് കൊടുക്കുന്നില്ല, ഏട്ടൻ അനിയനെ അംഗീകരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പ്രശ്നങ്ങളാണ്. അതിൻ്റെ പേരിൽ നടക്കുന്ന കരച്ചിലും പിഴിച്ചലും പ്രശ്നങ്ങളും തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഈ പുഷ്പ എന്ന് പറയുന്ന സംഭവം. ഫസ്റ്റ് ഒരു ഹാഫ് വരെയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ത്രില്ലിംഗ് ആയിട്ട് റൺവേ ഒക്കെ പോലെ, റൺവേ അല്ല, ഏതാണ്ട് വളയാർ പരമശിവം എന്നൊക്കെ പറയുന്ന പോലെ ഈ ചന്ദനം കടത്തുക എന്നൊക്കെ പറയുന്ന പരിപാടി കുറച്ചൊക്കെ രസമുണ്ട്. പക്ഷെ അതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഡ്രാമ തുടങ്ങുക. പിന്നെ അങ്ങ് ഈ ശ്രീവല്ലിയുടെ ശ്രീവല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, രശ്മിക മന്ദാന. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് പാർട്ടിലും ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ കുറേ നാടകീയമായിട്ടുള്ള ഡയലോഗുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നാടകീയമായിട്ട് ഇങ്ങനെ ചില പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇറിറ്റേഷൻ തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ശ്രീവല്ലിയുടെ. പിന്നെ ഇതിനകത്ത് അല്ലു അർജുൻ ആസ് യൂഷ്വലി, അല്ലെങ്കിൽ ഇതിനകത്തൊരു തെലുങ്ക് പടം, ആ ഒരു മസാലപ്പടം അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും. പക്ഷെ നമ്മളത് കാണാൻ തന്നെയാണ് പോയത്. അങ്ങനെ ഒരു മാസം മസാലപ്പടം കാണാൻ തന്നെയാണ് പോയത്, പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു കുടുംബ സീരിയൽ കണ്ട ഫീലിംഗ് ആയി. ഒരു കുഴപ്പമില്ല, ഒരു മാസം മസാലപ്പടം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒക്കെ മറന്ന്, കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ മറന്നിട്ട് പറക്കുന്നതും തെറിക്കുന്നതും ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് കാണാൻ തന്നെ പോയത്, ഒരു ത്രില്ലർ കാണാൻ തന്നെ പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒന്നുമില്ല. ഒരു ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ കുറച്ചിങ്ങനെ നമുക്ക് തട്ടിമുട്ടിയിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുടുംബത്തിന്റെ ഡ്രാമ തുടങ്ങുകയാണ്, കരച്ചിലും പിഴിച്ചിലും. പിന്നെ അതിൽ എന്തൊക്കെയുണ്ട്, റബ്ബർ പുഷ്പ ഭയങ്കരമായിട്ടുള്ള BGM സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, സീനുകൾ ഭയങ്കരമായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി, ഒരു കുടുംബ സീരിയൽ ഒരു കുറച്ചും കൂടി വലിയൊരു ക്യാൻവാസിൽ എടുത്തു വെച്ച് എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നതാണ് പുഷ്പ ദ റൂൾ എന്ന് പറയുന്ന സിനിമ. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും ആ പടത്തിനകത്തില്ല. പിന്നെ അതിനോട്ട് വരുന്ന സമയത്ത് തങ്കച്ചിപ്പാസം, അമ്മപ്പാസം, ഈ സാധനങ്ങളൊക്കെ അതേപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ എത്തുന്ന സമയത്ത് ഈ ദേവിയുടെ അല്ലെങ്കിൽ കാളിയുടെ ഒരു ഭക്തി സീരിയൽ പോലെയൊക്കെ നമുക്ക് തോന്നും ചില സമയങ്ങളിൽ. വെറുതെ ഫോഴ്സ്ഫുള്ളി ആയിട്ടൊരു ക്യാരക്ടറിനെ സാരിയെ കുടിപ്പിച്ചിട്ട് ആ ഒരു സീന് നാച്ചുറൽ ആയിട്ട് അതിനകത്തുള്ളൊരു സീനല്ല, അത് വെറുതെ ബിൽഡ് ചെയ്തെടുത്ത സീന് പോലെ തോന്നി. രണ്ട് സ്ഥലത്തുണ്ട് അങ്ങനത്തെ ഒരു സീന്. പിന്നെ ഇതിനകത്ത് തങ്കച്ചിപ്പാസം, ചെറിയച്ഛൻ തങ്കച്ചി, ചെറിയച്ഛൻ തങ്കച്ചി, എന്നിട്ട് ഈ തങ്കച്ചിനെ തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയച്ഛൻ യുദ്ധം വെട്ടാൻ പോകുന്നു. ഇതൊക്കെ തന്നെ ഈ പരിപാടി ഉള്ളൂ. കുടുംബപരമായിട്ടുള്ള ഇവരുടെ ഈ അതിർത്തി തർക്കം പോലത്തുള്ള പരിപാടി വെച്ചിട്ടാണ് പുഷ്പ 2 മൊത്തം പോകുന്നത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് പെൺശാക്തീകരണം അത് വളരെ വലിയൊരു എലമെന്റാണ്. പിന്നെ നമുക്കറിയാം, ഒരു സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ നടക്കുന്ന ഒരു പുരുഷ ഹീറോ, പുള്ളിക്കാരൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അതിനകത്ത് വയലിൻ വെച്ചിട്ടൊരു പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ആ സീന് വരുന്ന സമയത്ത് പെട്ടെന്ന് വയലിൻ വെച്ചിട്ട് അല്ലു അർജുൻ്റെ കരച്ചിലുണ്ട്, സഹിക്കാൻ പറ്റില്ല. സത്യം പറയാലോ, തിയേറ്റർ മുഴുവൻ എണീച്ചെന്ന് കൂക്കല്ലാതെ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത കരച്ചിൽ. ഒരു വലിയൊരു ഹീറോനെ അവിടെ കാണും, അല്ലെങ്കിൽ വലിയൊരു വില്ലൻ അവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഏതോ ഒരു കുടുംബ സീരിയലിലെ ഒരു ഗ്രഹനാഥനെയാണ് അവിടെ കാണാൻ പറ്റിയത്. അത്രയേ ഉള്ളൂ. അവസാനം ഇതിനകത്ത് പുഷ്പ 3 വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നുണ്ട്. മുല്ലേരി വേലായുധൻ രാജ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതായത് പുഷ്പയുടെ മകൻ, പുള്ളിക്കാരൻ വരും, അല്ലെങ്കിൽ ആ തരത്തിലാണ് സിനിമയുടെ അവസാനം കൊണ്ട് നിർത്തിയിട്ട് പുഷ്പ 3 അനൗൺസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു. പുഷ്പ 1 ഒരു തരത്തിലും നീതി പുലർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുമില്ല. പുഷ്പ 1 പിന്നെ നമുക്ക് കണ്ടിരിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ സെക്കൻഡ് പടം എടുത്തിരിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. 3.5 മണിക്കൂർ ഇരുന്ന് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ പണ്ണലാണ് പണി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം തന്നെയാണ് പ്രതീക്ഷിച്ച് പോയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് ഒരു മാസമായിട്ടുള്ള പടം അല്ലാതെ കുടുംബപരമായിട്ടുള്ള അമ്മപ്പാസം, തങ്കച്ചിപ്പാസം, എന്നിട്ട് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെയാണ് അത് തന്നെയാണ് പ്രതീക്ഷിച്ച് പോയെന്നുണ്ടെങ്കിൽ ഓക്കെ.
നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവും. അതല്ല ഒരു മാസ് പടമൊക്കെ ആയിട്ടാണ് പോകുന്നത്, പുഷ്പയുടെ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അത്രയും കിടിലായിട്ട് വരും എന്നൊക്കെ പറഞ്ഞൊരു ഗാങ്സ്റ്റർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചിട്ട് പോയാൽ അതിനകത്തൊരു ഉണ്ടയില്ല. കുടുംബപരമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ കാണാനാണ്, ആ സീരിയൽ ടൈപ്പ് കാണാനാണ് പോകുന്നതെങ്കിൽ, അത് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഓക്കെ സാറ്റിസ്ഫൈ ആവും. അതല്ലെങ്കിൽ പൊന്നു മക്കളെ തിയേറ്ററുടെ 7 പോകാൻ നിൽക്കണ്ട, അമ്മാതിരി പൊട്ടലാ പൊട്ടുന്നു.